ആത്മാ കോട്ടയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കാർഷിക സെമിനാറും പച്ചക്കറി തൈകളുടെ വിതരണവും സംഘടിപ്പിച്ചു. വിഷരഹിത പച്ചക്കറികൾ സ്വയം ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും വൈക്കം മുനിസിപ്പാലിറ്റി, വൈക്കം കൃഷിഭവൻ എന്നിവയുടെ സഹകരണത്തോടെ ആത്മാ കോട്ടയത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് കപ്പാസിറ്റി ബിൽഡിംഗ് ട്രെയിനിങ് പ്രോഗ്രാമും കാർഷിക സെമിനാറും പച്ചക്കറി തൈകളുടെ വിതരണവും സംഘടിപ്പിച്ചത്. വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ ഹാളിൽ നടന്ന സെമിനാർ നഗരസഭാ ചെയർമാൻ ശ്രീ അബ്ദുൾ സലാം റാവുത്തർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ആത്മാ കോട്ടയം കപ്പാസിറ്റി ബിൽഡിംഗ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന ആത്മയുടെ സഹായത്തോടും വൈക്കം നഗരസഭയുടെ കൂട്ടായ ഒരു പദ്ധതിയാണ് നമ്മളിവിടെ ഇന്ന് ഒരു സെമിനാറിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നത്. വൈക്കം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയ്ക്ക് വലിയ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികളാണ് നമ്മൾ ഈ നടപ്പ് വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് വിവിധങ്ങളായ പദ്ധതികൾ കാർഷിക മേഖലയിൽ നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി സൗദാമിനി അഭിലാഷ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കൃഷിയോടെ നമ്മുടെ വീടുകളിൽ ഒക്കെ വെച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നത് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് വിറ്റഴിക്കാനും സാധിക്കും. അപ്പോൾ ഒരു ചെറിയ വരുമാനമാകും. അത് നമുക്കിപ്പോൾ തന്നെ പറയുകയാണെങ്കിൽ ആറാട്ടോളം 500 വരയിൽ ഒരു നാട്ടുചന്ത തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ ഒരെണ്ണേ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും അത് അവിടെ വന്ന് വിറ്റഴിക്കുവാനും അതുപോലെ അത് ആവശ്യമുള്ളവർ അത് എല്ലാവരും കൂടെ ഒരു കൂട്ടായ്മ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ മുനിസിപ്പൽ അതിർത്തിയിൽ ഒരു സ്ഥലത്ത്, അതുപോലെ നമ്മുടെ പല സ്ഥലത്തും അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല കൃഷി ഉൽപ്പന്നങ്ങളും ഒക്കെ വിറ്റഴിക്കാനും അതുപോലെ മേടിക്കാനും ഒക്കെ സാധിക്കും. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ വിനു ചന്ദ്രബോസ് പദ്ധതി വിശദീകരണം നടത്തി. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ഗിരിജകുമാരി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ഡി രഞ്ജിത് കുമാർ, നഗരസഭാ കൗൺസിലർ MK മഹേഷ്, കൃഷി ഓഫീസർ ശ്രീ മെയ്സൺ മുരളി, കൗൺസിലർമാരായ അനിൽകുമാർ, രേണുക രതീഷ്, ഇടവട്ടം ജയകുമാർ, സിന്ധു സജീവൻ, ആത്മാ ഉദ്യോഗസ്ഥ ആശ കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. സബ്സിഡി നിരക്കിൽ കൃഷി ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരുന്നു. നൂറുകണക്കിന് കർഷകരാണ് പച്ചക്കറി തൈകൾ ഏറ്റുവാങ്ങാൻ എത്തിയിരുന്നത്. ന്യൂസ് ഡെസ്ക്, വൈക്കം ഡെയിലി ന്യൂസ്.